ഹലോ, ഇന്ന് എല്ലാവരുടെയും ഫേവറേറ്റ് ബജിയായ മുട്ട ബജിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ആദ്യം തന്നെ നമുക്ക് ആവശ്യമുള്ള മുട്ട പുഴുങ്ങിയെടുക്കാം. പിന്നെ നമുക്ക് ബജിക്ക് ആവശ്യമുള്ള മാവ് ഉണ്ടാക്കണം. അതിനു വേണ്ടി ഒരു ബൗളിലേക്ക് 1 കപ്പ് കടലപ്പൊടി ആഡ് ചെയ്യുക. പിന്നെ നമുക്കതിലേക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ്. അതും കൂടി ചേർത്ത് 2 ടേബിൾ സ്പൂൺ മൈദ കൂടി ആഡ് ചെയ്യണം കേട്ടോ. നെക്സ്റ്റ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു ഗ്ലാസ്സിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ബേക്കിംഗ് സോഡയും പിന്നെ കായപ്പൊടിയും കൂടിയും ചേർത്ത് മിക്സ് ചെയ്ത വെള്ളം നമുക്ക് ഈ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. പിന്നെ നമ്മൾ ആവശ്യത്തിന് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ മാവൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. നമുക്കിവിടെ ഒരു 3/4 കപ്പോളം വെള്ളം ആവശ്യമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കറക്റ്റ് വെള്ളം ഒഴിക്കണം. വെള്ളം കൂടിയും പോകരുത് കുറഞ്ഞും പോകരുത്. കൂടി പോയാൽ മുട്ടമ്മ നമ്മളെ മാവ് പിടിക്കൂല. അപ്പോൾ നമ്മളെ മുട്ട ബജി പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. നമ്മൾ കൺസിസ്റ്റൻസി കണ്ടില്ലേ, ഇങ്ങനെയാണ് വേണ്ടത്. ഇതിലേറെ കുറച്ചും കൂടി കട്ടി കൂടിയാലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ നമ്മളെ പുഴുങ്ങിയ മുട്ട 2 ഭാഗമാക്കി മുറിക്കുക. എന്നിട്ട് ഓരോന്നും മാവിലിട്ട് ഡിപ്പ് ചെയ്ത് പൊരിച്ചെടുക്കണം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എണ്ണ ഒഴിക്കണത് കേട്ടോ. അപ്പോൾ എണ്ണ ഒഴിക്കുമ്പോൾ നമ്മൾ മുട്ട ബജി പകുതി മുങ്ങണ രീതിയിലെങ്കിലും വെള്ളം ഒഴിക്കണം. അതിലേറെ കുറയരുത് കേട്ടോ. കുറഞ്ഞാൽ നമ്മൾ മുട്ട ബജി പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. കൂടിയാൽ കുഴപ്പമൊന്നുമില്ല. നമ്മൾ കുറേ ബജി ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ചും കൂടി എണ്ണയൊക്കെ എടുക്കാം. നമ്മളിവിടെ കുറച്ചുള്ളൂ ഉണ്ടാക്കണം, അതാണ് ഇത്ര എണ്ണ എടുത്തത് കേട്ടോ. അപ്പോൾ സിമ്പിളാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ താങ്ക് യു.